കൂട്ടുകാരെ, നമുക്കൊരു മത്തിത്തോരൻ വെച്ചാലോ? 1 കിലോ മത്തി, അതിനാവശ്യമുള്ള അരമുറി തേങ്ങ, അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിടാം. ഒരു പിടി കാന്താരി, ഇത്രയും തന്നെ കാന്താരി വേണം. നല്ല ഉപ്പും പുളി എരിവും മുന്നിട്ട് നിൽക്കണം. ഇത്രയും തന്നെ കാന്താരി വേണം. ഇത് കൂടുതലില്ല, ഇത് തോന്നുക നമ്മൾ തോരൻ വെച്ച് കൂട്ടുമ്പോഴേ ഇത്രയും തന്നെ വേണം. കാന്താരിയും കൂടെ ഇടുക. പിന്നെ ഏതാണ്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞിടും. ഒരു ശകലം കുറച്ച് വെള്ളം, മീനോടിടാം. നമുക്ക് ഇത് അടപ്പേ വയ്ക്കാം. നമുക്ക് ഇത് ഗ്യാസേ വയ്ക്കാം, അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതെന്ത് നോക്കാം, ഉപ്പും പുളി എരിവൊക്കെ ആ ഇടയ്ക്കൊന്ന് നോക്കാം. ഇതിപ്പം വേകുമ്പോൾ വെള്ളം ഇറങ്ങും. നമുക്ക് മത്തി തോരൻ പറ്റിയോന്ന് നോക്കാം. മത്തിത്തോരൻ പരുവത്തിന് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു, പരുവത്തിന് ഉപ്പുണ്ട്. മത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരും ഇതുപോലെ ഒരു മത്തിത്തോരൻ, എല്ലാവരും മത്തിത്തോരൻ വയ്ക്കുന്നതാ എന്ന് പറയുക. ഇതുപോലെ കാന്താരിയും ഇട്ടൊരു മത്തിത്തോരൻ ഏറ്റവും ബെസ്റ്റാണ് കാന്താരി. അതുപോലെ എരിവ്. നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് നാളെ, കൂട്ടുകാരെ നമുക്ക് നാളെ കാണാം. ഓക്കേ.